ചങ്ങായിമാരെ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്തകളിൽ ഒരു ചന്തയാണ് വാണിയംകുളം ചന്ത. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഷൊർണൂർ ഹൈവേയിൽ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ കന്നുകാലികളൊക്കെ വന്നു തുടങ്ങും. വ്യാഴാഴ്ച പുലർച്ചെ 5 മണി മുതൽ ഉച്ചക്കൊരു 2-2:30 വരെയൊക്കെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്ന വലിയൊരു ചന്തയാണ് വാണിയംകുളം ചന്ത. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും കന്നുകാലികളെ ഈ ചന്തയിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. മറ്റ് ജില്ലകളിലെ ചന്തകളിലേക്ക് കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ഇവിടുന്ന് വാങ്ങിയിട്ട് കച്ചവടക്കാർ അവിടെ കൊണ്ടുപോയിട്ട് മറിച്ച് കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ ആഴ്ച ചന്തയിലേക്ക് വരുന്ന കന്നുകാലികളെയും അതിൻ്റെ വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിൻപുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ വിൽക്കുന്ന ഒരു ഏരിയയാണ്. നാടൻ ചന്തയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ട്. ഒരുപാട് കന്നുകാലികളും വന്നിട്ടുണ്ട്. രാവിലെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ കർഷകരുടെ കയ്യിൽ നിന്നും നേരിട്ടിട്ട് മേടിക്കാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ മേടിച്ച് നിർത്തിയിട്ട് ഈ ചന്തയിൽ തന്നെ മറിച്ച് വിൽക്കാറുമുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നേരിട്ടിട്ട് കർഷകരുടെ കയ്യിൽ നിന്നും നമുക്ക് മേടിക്കാൻ കഴിയും. ഒരുപാട് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ള കന്നുകൾ, അതേപോലെ കറവ പശുക്കൾ, ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകാലികളൊക്കെ നാടൻ ചന്തയിലുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പോത്തുകളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ പറ്റിയ ലക്ഷണമൊത്ത പോത്തുകൾ ഈ ആഴ്ചയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. വളർത്തുകുട്ടികൾ ഇപ്പോൾ ധാരാളമായിട്ട് ഇപ്പോൾ ചന്തയിലേക്ക് വരുന്നുണ്ട്. പോത്തിന് കുട്ടികളാണെങ്കിലും കാളക്കുട്ടികളാണെങ്കിലൊക്കെ വളർത്തുകുട്ടികൾ ഇപ്പോൾ ഇഷ്ടം പോലെ ചന്തയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ കൂട്ടത്തുനിന്ന് ഒരെണ്ണത്തിനെ പുറത്തേക്ക് അഴിച്ചു പിടിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 39,000 രൂപയാണ് ആ കാണുന്ന പോത്തിന് അവർ ചോദിച്ച വില. ഇവിടെ ഈ ഭാഗത്ത് ഓങ്കോളിന്റെ ബ്രീഡ്, ഓങ്കോൾ ക്രോസ് ബ്രീഡൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാളക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാളക്കുട്ടികൾ, നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾ ചെറുതും വലുതൊക്കെ മിക്സറായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഓരോന്നും ഓരോരോ വിലകളാണ് പറയുന്നത്. ഏകദേശം ഈ കൂട്ടത്തിൽ കാണുന്ന കന്നുകാലികളൊക്കെ 32,000 രൂപ മുതൽ 47,000, 48,000 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കാളക്കുട്ടികളെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് കാളക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. കാളക്കുട്ടികളെ, വളർത്തുകുട്ടികളെയൊക്കെ വിൽക്കുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് കുറച്ച് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ ചുവന്ന കുട്ടിക്കൊക്കെ അവർ ചോദിച്ച വില 27,000, 28,000 രൂപയൊക്കെയാണ് ചോദിക്കുന്ന വില. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു വളർത്തുകുട്ടിയാണ്. 27-28 റേഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. പശുക്കുട്ടികളൊക്കെ ഏകദേശം 22 മുതൽ 28, 30 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഓങ്കോളിന്റെ ബ്രീഡപ്പെട്ടുള്ള കുറച്ച് വലിയ കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. അറ്റത്ത് നിൽക്കുന്നത് ചെറുതാണ്. ഈ അറ്റത്ത് നമ്മൾ ഫസ്റ്റ് കാണുന്നത് വലിയൊരു കുട്ടിയാണ്. ആ വലുതൊക്കെ 43, 45 ആ റേഞ്ചൊക്കെയാണ് ചോദിക്കുന്ന വില. ചെറുതൊക്കെ ഒരു 35 മുതൽ തുടങ്ങുന്നുണ്ട്. 35 മുതൽ 45 രൂപ വരെ വില ചോദിക്കുന്ന ഓങ്കോൾ കാളക്കുട്ടികളെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ ഈ ലൈനിലും ഒരുപാട് വളർത്തുകുട്ടികൾ കെട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഇതിൽ പല ബ്രീഡപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ട്, പല വലുപ്പത്തിനുള്ള കുട്ടികളുണ്ട്. കൂടുതലും കാളക്കുട്ടികൾ തന്നെയാണ് ഈ കൂട്ടത്തിൽ കാണുന്നത്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾക്കൊക്കെ ഏകദേശം 35,000 രൂപ മുതൽ 47 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. വില ചോദിക്കുന്ന വിലകളാണ്, ചന്തയിൽ കച്ചവടക്കാർ ചോദിക്കുന്ന വിലകളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആ വില കൊടുത്ത് മേടിക്കേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിലും നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. മിക്സറായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ആന്ധ്ര കുട്ടികളും മുറ ക്രോസ് ബ്രീഡ് പെട്ടുള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. തമിഴ്നാടൻ കുട്ടികൾ കൂടുതൽ ഈ കൂട്ടത്തിൽ കാണുന്നില്ല. തമിഴ്നാടൻ കുട്ടികളൊക്കെ മറ്റൊരു സൈഡിലാണ് മാറ്റി പിടിച്ചിട്ടുള്ളത്. അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്കൊക്കെ 27 രൂപ, 28 രൂപ ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ചെറുതും വലുതൊക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട്. ഓരോന്നിന്റെ വലുപ്പത്തിനും ക്വാളിറ്റിക്കൊക്കെ അനുസരിച്ചിട്ടാണ് അവർ വില പറയുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തിൻകുട്ടികളാണ് കെട്ടിയിട്ടുള്ളത്. ഏകദേശം 1 വയസ്സിന് മുകളിലൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ് അവിടെ ആ ലൈനിൽ കെട്ടിയിട്ടുള്ളത്. ആ ലൈനിൽ കണ്ട കുട്ടികൾക്കൊക്കെ ഏകദേശം 48 രൂപ മുതൽ 56 രൂപ വരെയാണ് വില ചോദിച്ചത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത്
ഒരുപാട് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 10 മാസം 1 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ്. ആ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം 37 രൂപ മുതൽ 42 രൂപ വരെ വില ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വലിയ കാളകളെ കെട്ടിയിട്ടുണ്ട്. ഇറച്ചി ആവശ്യത്തിന് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാളകളെയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ കെട്ടിയിട്ടുള്ളത്. ചന്തയിൽ അത്യാവശ്യം കന്നുകാലികൾ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ തന്നെ ചന്ത ഫുള്ളായിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഇഷ്ടംപോലെ വളർത്തുകുട്ടികളും ഇറച്ചി കന്നുകളൊക്കെ ആയിട്ട് ധാരാളം കന്നുകാലികൾ ഈ ആഴ്ചയിലും ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഏകദേശം ഒരു 7 മാസം പ്രായമായിട്ടുള്ള പോത്തിൻകുട്ടികളാണ് ഇതായി കാണുന്നത്. ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾ ചെറുതും വലുതൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഏകദേശം 22,000 രൂപ മുതൽ 33 രൂപ വരെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത്. എല്ലാം അവർ ചന്തയിൽ പറയുന്ന വിലകളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആ വില കൊടുക്കേണ്ടി വരില്ല. നമുക്ക് എത്രയാണോ മതിപ്പ് തോന്നിക്കുന്നത് വെച്ചാൽ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. വലിയ പോത്തുകൾ, ഇറച്ചി ആവശ്യത്തിന് പോകുന്ന വലിയ പോത്തുകൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. കൂടുതലും പോത്തിൻകുട്ടികളാണ് വന്നിട്ടുള്ളത്. പോത്തിൻകുട്ടികൾ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ പോത്തിൻകുട്ടികൾ ചന്തയിലേക്ക് വരുന്നുണ്ട്. പോത്തിൻകുട്ടികളെ മേടിക്കാനാണ് കൂടുതൽ ആവശ്യക്കാർ ഇപ്പൊ ചന്തയിലേക്ക് വരുന്നത്. അപ്പൊ സീസണിനനുസരിച്ചിട്ടാണ് കച്ചവടക്കാരൊക്കെ കന്നുകാലികളൊക്കെ കൊണ്ടുവരാറുള്ളത്. വളർത്തുകുട്ടികളെ മേടിക്കുന്ന സമയത്ത് കൂടുതലും വളർത്തുകുട്ടികളിലേക്കാണ് കച്ചവടക്കാരും ഫോക്കസ് ചെയ്യാറുള്ളത്. വലിയ പോത്തുകളും വരുന്നുണ്ട്, അതൊരു സൈഡിൽ കെട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ട് ഇതേപോലെയുള്ള പോത്തിൻകുട്ടികളാണ് ചന്തയിലേക്ക് വരുന്നത്. ഈ കൂട്ടത്തില് ആന്ധ്ര കുട്ടികളാണ് കൂടുതലായിട്ട് കാണുന്നത്. കൊമ്പൊക്കെ നീളമുള്ള വലിയ ടൈപ്പ് ആന്ധ്ര കുട്ടികളാണ്. അതേപോലെ ഇവിടെ ഈ ഭാഗത്ത് മുറ ക്രോസ് ബ്രീഡ് പെട്ടുള്ള കുട്ടികൾ ഇടയിലുണ്ട്. കൂടുതലും ആന്ധ്ര കുട്ടികൾ തന്നെയാണ് ഈ കൂട്ടത്തിലുള്ളത്. ഈ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 6 മാസം മുതലൊക്കെ പ്രായം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ്. ചിലതൊക്കെ ചെറിയ കുട്ടികളുണ്ട്. ചിലതൊക്കെ ഏകദേശം 16 രൂപ മുതലാണ് വില സ്റ്റാർട്ടിങ് അവർ വില പറയുന്നത്. 16 രൂപ മുതൽ വില തുടങ്ങുന്ന രീതിയിലുള്ള കുട്ടികളാണ്. വളരെ ചെറിയ കുട്ടികൾ. 10 രൂപക്ക് താഴെ കിട്ടുന്ന രീതിയിലുള്ള കുട്ടികളൊന്നും ഇപ്പൊ ചന്തയിലേക്ക് വരുന്നില്ല. ഒരുപാട് പേര് 10,000 രൂപക്ക് താഴെ കൊടുത്താൽ കിട്ടുന്ന രീതിയിലുള്ള കുട്ടികൾ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. ഈ പരുവത്തിലുള്ള കുട്ടികളൊക്കെയാണ് ഇപ്പൊ ചന്തയിൽ വരുന്നതിൽ ഏറ്റവും ചെറിയ കുട്ടികൾ. ഇതൊക്കെ വില തുടങ്ങുന്നത് ഏകദേശം 16 രൂപ 17 രൂപ മുതലൊക്കെയാണ് ചന്തയിൽ കച്ചവടക്കാർ ചോദിക്കുന്ന വില. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 13, 14 ആ റേഞ്ചൊക്കെ കൊടുക്കേണ്ടി വരും. അതിന്റെ താഴെയൊന്നും ഇപ്പൊ പോത്തിൻകുട്ടികളെ ഒന്നും ചന്തയിലൊന്നും കിട്ടില്ല. ഇപ്പൊ അത്യാവശ്യം വിലയുള്ളൊരു സമയമാണ്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് കന്നുകാലികളെ കെട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണുന്ന കന്നുകളൊക്കെ തമിഴ്നാട്, കർണാടക, ഒറീസ, ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകാലികളാണ് ഇവിടെ ഈ ഭാഗത്ത് കൂടുതലായിട്ട് കെട്ടിയിട്ടുള്ളത്. കൂടുതലും ഇറച്ചിക്ക് പോകുന്ന വലിയ കാളകള്, കറവ പറ്റിയതും ചന പിടിക്കാത്തതൊക്കെ ആയിട്ടുള്ള പശുക്കള്, ചെറിയ വളർത്തുകുട്ടികൾ, അങ്ങനെയുള്ള കന്നുകാലികളൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടാറുള്ളത്. ചിലതൊക്കെ 2 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള അക്കീക്കത്ത് പോലെയുള്ള ബലികർമ്മങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള കാളകൾ, ജല്ലിക്കെട്ട് കാളകൾ അല്ലെങ്കിൽ കാങ്കയം കാളകളൊക്കെ ഈ കൂട്ടത്തിൽ കാണാം. ഈ ആഴ്ചയിലെ ചന്തയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ കൂടെ കൂടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.